ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കമല കുഴഞ്ഞു വീണു. അവർ താങ്ങി എടുത്തുകൊണ്ട് അവിടെ കിടത്തിയതിന് ശേഷം വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു. മുഖത്ത് വെള്ളം തെളിച്ചു. അപ്പോഴത്തേക്കും കമല പതുക്കെ കണ്ണ് തുറന്നു. അപ്പോൾ കമല ഇങ്ങനെ പേടിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ, നീ എന്താ നോക്കണേ, അവരൊക്കെ പോയി, നീ റെസ്റ്റ് എടുക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് പേടിച്ച് പോയതാ, അപ്പോൾ വേറൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ കമലയോട് പറയും കേട്ടോ. അപ്പോൾ ശ്രീജയ്ക്കും ഭയങ്കര സങ്കടം, എല്ലാവരും സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരെ നിങ്ങളെ എന്തെങ്കിലും ചെയ്തോ എന്ന് കമല ചോദിച്ചപ്പം, ഇല്ലമ്മേ ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല, വിനയേട്ടനെ തല്ലിയും ചവിട്ടുമൊക്കെ ചെയ്തു എന്ന് നന്ദിനി അങ്ങ് ചാടിക്കയറി പറഞ്ഞു. എന്നെ അച്ഛനെ അവർ തള്ളിയിട്ട് അച്ഛൻ കയറി വട്ടം നിന്നതുകൊണ്ട് ശ്രീചേച്ചി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ആ അവസ്ഥയിൽ കിടക്കുന്ന കമലയോട് പറയാം. അപ്പോൾ അച്ഛനൊരു നോട്ടം. അന്നേരം എൻ്റെ ഈശ്വര, അയ്യോ എന്നിട്ട് മാഷേ, എന്താ മാഷേ ഇത്, മാഷിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ കമല ചോദിക്കുമ്പം, ഇല്ല കമല, എനിക്കൊന്നും പറ്റിയില്ലെന്നേ, അവർ നമ്മളേക്കൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി വന്നതാ, അവരത് ചെയ്തു തിരിച്ചു പോയി, ഇനിയും വരും, ഇതൊക്കെ തന്നെ കാണിച്ച് അവർ പോവുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ, ഇനിയും വരുമോ? അന്നേരം വരും കമല, അവരിനിയും വരും, ഇനിയും അവർ വരുമെന്ന് പറഞ്ഞു. വിക്രത്തെ കൈ കിട്ടുന്നത് വരെ അവർ വരുമമ്മേ എന്ന് പറയാണ് ഈ നന്ദിനി. അപ്പോൾ വിശ്വേട്ടൻ വിക്രത്തെ പറ്റി അന്വേഷിക്കാൻ ശ്രീകാര്യം ശ്രീനിവാസനെ കാണാനായിട്ട് പോയിട്ടുണ്ടെന്ന് ശ്രീജ അന്നേരം പറഞ്ഞു. നമുക്കൊന്ന് വിളിച്ച് പറഞ്ഞാലോ അച്ഛാ? അപ്പോൾ എന്തിന്, അതിൻ്റെ ആവശ്യം എന്താ? വിക്രത്തിന് വേണ്ടി അയാളുടെ സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. വേണ്ട ശ്രീജ, അതിൻ്റെ ആവശ്യമില്ല, എങ്ങനെയെങ്കിലും ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് അവൻ തിരിച്ചു വരും എന്നുള്ളത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനിടയിലേ ഇതൊരു രാഷ്ട്രീയ കളിയാക്കി മാറ്റണ്ട എന്നിങ്ങനെ അച്ഛൻ ഇവരോട് പറയണു. എന്നാൽ ഇലക്ഷൻ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ വന്ന് അതിക്രമം കാണിക്കുമോ? അതിനുള്ള ധൈര്യം കാണിക്കുമോ? അതാണ് അത്ഭുതം എന്ന് നന്ദിനി. ഇവരൊക്കെ ജയിച്ച എന്താകും ദൈവമേ സ്ഥിതി എന്ന് പറഞ്ഞ് നിൽക്കുമ്പം, ജയിക്കും, അധികാരത്തിൽ വരികയും ചെയ്യും. എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പങ്കെടുത്തവർ എംഎൽഎമാരും മന്ത്രിമാരും ഒക്കെ ആയിട്ടില്ലേ എന്ന് ചോദിച്ചു. ഊരിപ്പിടിച്ച വാളുകൾക്കും തോക്കുകൾക്കും ഇടയിലൂടെ നെഞ്ചും വിരിച്ച് നടന്നതും, പിന്നെ തോളിലെ സഞ്ചിയിൽ നാടൻ ബോംബും കത്തിയും കൊണ്ട് നടന്നതും, വയസ്സാം കാലത്ത് അഭിമാനത്തോടെ ഓർത്ത് പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അച്ഛൻ ചോദിക്കുവാണ്. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഇത്. അപ്പോൾ ജീവൻ കളയാനും ജീവൻ എടുക്കാനും ഇന്ന് വന്നു കയറിയ അണികളുണ്ടെങ്കിൽ ഏതൊരുവനും ഭൂതകാലത്തെപ്പറ്റി അഭിമാനം കൊള്ളാമെന്നൊക്കെ അച്ഛൻ പറയുക. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഇതായി അമ്മയ്ക്ക്. സ്വന്തം മകൻ്റെ മരണമായാൽ കൂടി അത് അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു ചവിട്ടുപടി ആക്കുകയും ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഇവരതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. എന്നിട്ട് കമലയെ സമാധാനിപ്പിക്കുക. നമ്മുടെ മോൻ വിക്രം, അവൻ ഇനി ഇതിലൊന്നും ചെന്ന് പെടില്ല കമല, അവൻ സ്വയം പിൻവാങ്ങാൻ തന്നെ തയ്യാറായല്ലോ എന്നൊക്കെ ചോദിക്കുമ്പം, എന്നിട്ട് അവൻ എവിടെയോ മാഷയെന്ന് ചോദിച്ച് കമല കരയുന്ന സ്വസ്ഥതയോടെ, എൻ്റെ മകൻ വെളിച്ചത്ത് വരാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുമ്പം, വരും, താൻ ധൈര്യമായിട്ടിരിക്കടോ, ഈ തെറ്റ് അവൻ ചെയ്തതല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് അച്ഛൻ പറയുക. പിന്നെ നന്ദിനി എന്നിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അത്രയും ആത്മാർത്ഥമായിട്ടാണ് അവൻ എന്നോടത് പറഞ്ഞത്. ആ കുട്ടിയുടെ മരണത്തിന് കാരണം ആരാണെന്ന് അത് പുറത്തു വരും കമല, ഉറപ്പായും പുറത്തു വരും. അന്ന് അവൻ വെളിയിൽ വരും എന്ന് പറഞ്ഞപ്പോൾ അതുവരെ അവൻ എവിടെയാണെന്ന് വിചാരിച്ചാൽ മാഷേ നമ്മൾ ഇരിക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പം, ഇത്രയേറെ ആൾക്കാരും സ്വാധീനം ഉണ്ടായിട്ടും വാസവന് ഇന്നേ വരെ അവന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവൻ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്താണ്, അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ അച്ഛൻ പറയപ്പോൾ നന്ദിനി ഇങ്ങനെ നോക്കുക കേട്ടോ. നീ പ്രാർത്ഥിക്കുന്ന നിൻ്റെ ദൈവങ്ങൾ അവൻ്റെ കൂടെ ഉണ്ട് കമല എന്നും അച്ഛൻ പറയണം. നീ ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് നന്ദിനിയെ പൊളിച്ചടുക്കിക്കൊണ്ട് നമ്മുടെ സുധാകര മാഷ് അവിടെ ഇന്ന് പറയുക. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന നമ്മുടെ വിക്രത്തയായിട്ട്. വിക്രം അവിടെ ഇരിക്കുന്നു. ഇഷിതയാണെങ്കിൽ അന്നേരം അവിടെ ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇഷിതയുടെ ഫോണിലേക്ക് വേദയുടെ കോള് വന്നു. ഹലോ, ഞാനാ ഇഷിത. എനിക്ക് മനസ്സിലായി, നീ പറഞ്ഞോളാൻ പറഞ്ഞു. വിക്രം എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചു. പിന്നെ കഞ്ഞി കുടിച്ചല്ലോ, ഇവിടെ ഫ്രിഡ്ജിലൊരു ഇത്തിരി ആപ്പിൾ ഇരിപ്പുണ്ട്, കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഉച്ചയ്ക്കത്തേക്ക് അരിയും തിളപ്പിച്ച റൈസ് കുക്കറിലും ഇറക്കി വെച്ചിട്ടുണ്ട്, അതും ഇന്നലത്തെ മീൻകറിയും, പിന്നെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം, പപ്പടയും കാച്ചാം, എന്താ പോരേന്ന് ചോദിച്ചു ഇഷിത. അപ്പോൾ ഒന്ന് പോടി അവിടുന്ന്. അതെ, ഞാനൊരു ടെൻഷൻ കൊണ്ട് വിളിച്ചതാ കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടുന്ന് ഫിക്സ് ചെയ്ത് പോയത് നീയല്ലേ, പിന്നെ എന്തിനാ നിനക്ക് ഇത്ര ടെൻഷൻ? അതല്ല, പുറത്ത് ആളുകൾ എന്തായാലും വിക്രമനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും, അവരെങ്ങാനും അന്വേഷിച്ച് നിൻ്റെ അടുത്ത് എത്തുമോ എന്നുള്ളൊരു ടെൻഷനാണ് എന്നിങ്ങനെ വേദ പറയാം. അല്ലാണ്ട് വിക്രം എന്ത് ചെയ്യുന്നു എന്നുള്ള ആദ്യമല്ല. അപ്പോൾ എന്തിന്? വിക്രുവിന് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പല്ലേ എന്ന് വേദ നേരം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു വിഷിത. ഇപ്പം എന്താ വേണ്ടത്? ഫോൺ വിക്രമിന് ഞാൻ കൊടുക്കണോ? അപ്പം നീ വല്ല ജോലിയിലും ആണോ? ആണെങ്കിൽ ഇപ്പം എന്താ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാനാണോ? അപ്പോൾ അങ്ങനെയല്ല, തിരക്കില്ലെങ്കിൽ ഒന്ന് കൊടുത്തേക്കാൻ പറഞ്ഞു. എൻ്റെ മോളെ, എന്നാൽ ഇത്തിരി തിരക്കുണ്ട്,
എടി നീ ഹോൾഡ് ചെയ്യാൻ കൊടുക്കാം എന്നും പറഞ്ഞ് ഫോണുമായിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. വേദയാട്ടോ എന്ന് പറഞ്ഞു. വേദ വിക്രത്തിൻ്റെ കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും വിശേഷമൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ അടുക്കാത്ത കാര്യം രീതിയിൽ ഫോണിലൂടെ അവർ അടുക്കുകയാണ് മാനസികമായിട്ടൊക്കെ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇഷിത വന്നു. ഇഷിതയ്ക്ക് ഫോൺ കൊടുത്തു. അപ്പോൾ ടെൻഷൻ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രാവിലെ എന്നോടും പറഞ്ഞിരുന്നു ടെൻഷൻ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞതാ. ഒന്നാമത് ഈ സ്ഥലം അധികം ആർക്കും അറിയില്ല. ഞാനും വേദയും അങ്ങനെ ഫ്രീക്വൻ്റായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് ആരും സംശയിക്കാനും പോകുന്നില്ല എന്നൊക്കെ ഇഷിത പറയുക കേട്ടോ. അപ്പോൾ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതെന്തായാലും മാറി. അപ്പോൾ എന്താ അത് എന്ന് ഇഷിത വിക്രത്തോട് ചോദിച്ചു. അപ്പോൾ ആണുങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടി എടുക്കുന്ന റിസ്ക് പെൺകുട്ടികൾ എടുക്കാറില്ല എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. ഈഷിത ഇത്രയും വലിയൊരു റിസ്ക് എടുത്ത് കണ്ടപ്പോൾ അതെന്തായാലും എനിക്ക് മാറി എന്നും പറയുക. അപ്പോൾ അത് കേട്ടപ്പം ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പറ്റിയുള്ള വിചാരങ്ങൾ ഈ ലോകത്തിൻ്റെ പ്രധാന കുഴപ്പം. അത് മാറിയാൽ തന്നെ ഒരുമാതിരി പ്രശ്നങ്ങളെല്ലാം നീങ്ങിക്കിട്ടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ചോദിച്ചോട്ടെ. നിങ്ങളുടെ ലൈഫിനെ പറ്റി ഏതാണ്ടൊക്കെ വേദ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തെ പറ്റിയും ഒരാൾക്ക് മറ്റൊരാളോടുള്ള കെയറിനെ പറ്റിയൊക്കെ ഇനി ആര് പറയണമെന്നും ഇല്ല. പക്ഷേ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും സ്നേഹം ഉള്ളിലുണ്ടായിട്ടും എങ്ങനെയത് പരസ്പരം പറയാതെ ജീവിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നേ എന്ന് ഇഷിത വിക്രത്തോട് ചോദിക്കാം. ഒരു തവണയെങ്കിലും അത് തുറന്നു സമ്മതിക്കാൻ നിങ്ങൾക്ക് പറ്റാത്തതാണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയായ കാര്യമാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ വേദയോടും അവൾ എന്നോടും അത് പറഞ്ഞിട്ടില്ല എന്ന് ആരാ പറഞ്ഞേ എന്ന് ചോദിച്ചു. എത്രയോ തവണ. അപ്പോൾ സത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്ന് വിക്രം ചോദിച്ചു. അപ്പോൾ അല്ല. അപ്പോൾ അത് തിരിച്ചറിയാനും അതുപോലെ വിളിച്ചു പറയണമെന്ന് നിർബന്ധമില്ലല്ലോ. അതില്ല. അപ്പോൾ ഈ ഇഷ്ടവും സ്നേഹവും പ്രേമവും ഒക്കെ വാക്കുകളിലൂടെയല്ല, നോട്ടത്തിലൂടെയാണ് ആ ഒരു ഇത് സംഭവിക്കുന്നത്. വേദയുടെ കണ്ണുകൾ അതെന്നോട് എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. ഞാൻ വേദയോടും അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാട്ടോ. പിന്നെ എന്നും പറഞ്ഞ് വിക്രം ഒന്ന് ചിരിച്ചു. അതിനുശേഷം പിന്നെ അവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന ആ ഒരു സമയത്തെ പറ്റിയൊക്കെ ആലോചിക്കുക. അത് കഴിഞ്ഞ് പിന്നെ നടു തിരുമിയിരിക്കുന്ന നമ്മുടെ വിനായകൻ്റെ അടുത്തേക്ക് വരുവാണ് നന്ദിനി ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട്. ചായ എന്തിനാടി ചായ? വല്ല വൈദ്യനെയും പോയി കണ്ടു, വല്ല കഷായോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചോണ്ട് തരാൻ പറഞ്ഞു. അന്നേരം അമ്മാതിരി ചവിട്ട അയാൾ എന്നെ ചവിട്ടിയത്. അപ്പോഴും ചായ എന്നാ പിടിക്കുന്നു പറഞ്ഞ് കൊടുക്കുക. നിങ്ങളെന്തിനാ മനുഷ്യ അടി വാങ്ങാൻ വേണ്ടി അയാളുടെ മെക്കിട്ട് കയറി ചെന്നത്? തഞ്ചത്തിൽ അങ്ങ് ഒഴിഞ്ഞു നിൽക്കല്ലായിരുന്നോ വേണ്ടതെന്ന് നന്ദിനി ചോദിക്കുമ്പം, എടി അച്ഛനെ തല്ലാൻ പോകുമ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കണോടി എന്ന് ചോദിച്ചു. എന്നിട്ട് എന്തായി? കിട്ടിയത് നിങ്ങൾക്കായില്ലേ? അപ്പം അതെ, അച്ഛന് നിങ്ങളെക്കാളും നല്ല ആരോഗ്യമുണ്ട്. ഒന്ന് കിട്ടിയാലും താങ്ങാനൊക്കെ പറ്റും. നിങ്ങളാ കൊന്നക്കോൽ ഒടിയുന്നത് പോലെ ഇങ്ങനെ ഒടിഞ്ഞു കുത്തി നിൽക്കാൻ പോകുന്നത്. അത് നിങ്ങൾ മറക്കണ്ടാന്ന് നന്ദിനി. അന്നേരം എടി അല്ലെങ്കിൽ തന്നെ ഏതോ ഒരു കാരുണ്യത്തിലാണ് നമ്മളിവിടെ കഴിയുന്നത് തന്നെ. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അച്ഛനെ രക്ഷിക്കാൻ നോക്കിയില്ലെങ്കിൽ അച്ഛനെന്ത് കരുതൂടി? ഒരു പ്രശ്നം വന്നപ്പം നമ്മൾ മാറി നിന്നല്ലടി കരുതൂ. അപ്പം അച്ഛൻ്റെ അംഗീകാരവും സ്നേഹവും പിടിച്ചു പറ്റാൻ അങ്ങോട്ട് ചെന്ന് വാങ്ങിച്ചതാണല്ലേ? അല്ലാണ്ട് സ്നേഹം കാരണം അല്ലല്ലേ? മേലിൽ ഇങ്ങനെയുള്ള വീരസാഹസിക പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. അവരിനിയും വരും. അവനെ കിട്ടുന്നത് വരെ അവർ ബഹളം കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ പെട്ട് നിങ്ങൾ വെറുതെ വാങ്ങിക്കൂട്ടാൻ നിൽക്കേണ്ട. കയ്യും കാലും ഇല്ലാതെ കട്ടിലെ കിടന്നാലേ കഷ്ടപ്പെടാൻ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. പറഞ്ഞില്ലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തുള്ളി ചാടി നന്ദിനി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് പിന്നെ അവരെല്ലാവരും കൂടി, അതായത് വിശ്വനും വിക്രത്തിൻ്റെ കൂട്ടുകാരും കൂടി ശ്രീനിവാസനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. ശ്രീനിവാസൻ വന്നു. എന്തായി? അപ്പോൾ ഒരു വിവരമില്ല സാറേ എന്ന് വിശ്വം പറയുക കേട്ടോ. വാസുവിൻ്റെ ആൾക്കാരാണെങ്കിൽ അവനെ കിട്ടിയേ അടങ്ങുമെന്നുള്ളൊരു വാശിയിലാണ് എന്നും പറഞ്ഞിങ്ങനെ പറയാപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ചായ ആയിട്ട് വന്നു നമ്മുടെ സുധച്ചേച്ചി. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇവർക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുമായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. മൊത്തത്തിൽ വാസുവിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടേ അങ്ങനെ ഓരോരുത്തർക്ക് ചായയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പം അപ്പോൾ നിങ്ങൾക്ക് അവനെ ഒളിപ്പിച്ച സമയത്ത് വളരെയേറെ സൂക്ഷ്മത വേണ്ടായിരുന്നു. ഒരു ചെറിയ പഴുതു പോലും അവനിലേക്ക് എത്താനുള്ള ഒരു വഴിയാകുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്ന. പണി പാളിയത് പുള്ളിക്കനെ ഒതുക്കാൻ നോക്കിയപ്പോഴാണ്. പുള്ളിക്കനെ കിട്ടിയാൽ കാര്യങ്ങളുടെ വഴി തെളിയുമെന്ന് വിക്രമന് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അവനെ കയ്യിൽ കിട്ടിയതുവാ. പക്ഷേ അവസാന നിമിഷം അവൻ ഞങ്ങളെ വെട്ടിച്ച് കടന്നു കളഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഉറപ്പാ സാറേ, ശരിക്കുള്ള കൊലപാതകി ആരാണെന്ന് പുള്ളിക്കൻ അറിയാം. അവൻ നമ്മുടെ മുന്നിൽ നിന്ന് കളിച്ചതാണെന്ന് ഈ ജോസഫ് പറയാ ഈ ശ്രീനിവാസനോട്. ഇത്രയും കാലം കൂടെ നിന്നിട്ട് ആ റാസ്കൽ
അപ്പോൾ ഇതിപ്പോൾ പ്രചരണം മൂത്ത് നിൽക്കുന്ന സമയമല്ലേ, ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ ബുദ്ധി. ഇപ്പോൾ വിക്രവും പാർട്ടിയുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആദ്യഘട്ട പ്രചരണത്തിൽ അവൻ കാര്യമായിട്ടുണ്ടായിരുന്നതല്ലേ എന്നും ചോദിച്ചു. അതുകൊണ്ട് ഈ വിഷയം അവർ കാര്യമായി ഉപയോഗിക്കുന്ന ഉറപ്പാണെന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അവനെ അവർ പിടിച്ചു വെച്ചിരിക്കുന്നതാണെങ്കിലോ എന്ന് ഈ സുധ ചോദിച്ചു. അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് സാറേ എന്ന് അനിയൻകുട്ടൻ പറയാം. അന്ന് വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പുള്ളിക്കൻ വിക്രം എവിടെയാണെന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലോ അവൻ ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ചോദിക്കാം. എന്നിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ പറയുവാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് വിക്രം അവിടെ ഉണ്ട് എന്നറിഞ്ഞ് വാസുവൻ വന്ന വിക്രത്തെ പൊക്കിയിട്ടുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ഈ ശ്രീകാര്യ ശ്രീമാനൻ ചോദിച്ചു. പക്ഷെ അങ്ങനെ ഫൈറ്റും ചെയ്ത് കീഴടങ്ങുന്നവനാണോ വിക്രം? അല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന്. ജോസഫിന് എന്താ അതിനെപ്പറ്റി തോന്നുന്നത്? അപ്പോൾ ജോസഫ് അല്ലേ വിക്രമനെ അവസാനമായി കണ്ടതെന്ന് ചോദിച്ചപ്പോൾ ജോസഫ് ആണെങ്കിൽ ആകെ വല്ലാതായിട്ട് നിൽക്കും. എന്നിട്ട് വേദ പറഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവരെവിടെയുണ്ടെന്ന് പറയരുന്നു. അപ്പോൾ ജോസഫ് അല്ലേ എന്ന് അവൻ അന്വേഷിച്ച് പോയത് എന്ന് ചോദിച്ചപ്പോൾ അതെ സാറേ, പക്ഷേ എവിടേക്കാണ് പോയത് എന്ന് ഞാൻ കണ്ടില്ല. കുറേ ദൂരം ചെന്നപ്പം അവൻ്റെ ബൈക്ക് റോഡിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവനെ ആ ഭാഗത്തൊന്നും കാണുകയും ഞാൻ ചെയ്തില്ല എന്നും ജോസഫ് ഇങ്ങനെ പറയുക. അപ്പോൾ ചിലപ്പോൾ വാസവനാകും അവനെ ഇടിച്ചിട്ടത്. അപ്പോൾ അയാളുടെ കസ്റ്റഡിയിൽ തന്നെ കാണുമെന്ന് ഉറപ്പാണെന്ന് സുധ പറയാം. അപ്പോഴത്തേക്കും വിശ്വന് പേടിയായി. എങ്കിൽ അവനെ നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ വേണം. ഇലക്ഷൻ കഴിയുന്നത് വരെ അയാൾ അവനെ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്നും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അയാൾ എല്ലാം ഇല്ലാണ്ടാക്കാൻ നോക്കുകയാണെന്നും പറയുക. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ വാസവന് അനുകൂലമാണ് കാര്യങ്ങളെന്നാണോ പറയുന്നത്? അപ്പോൾ സംശയം എന്താ സുധേ? മകൻ്റെ മരണം, പിന്നെ മാർക്കറ്റ് കേസിലെ പുനരന്വേഷണം എല്ലാം കൂടി ഈ സമയത്ത് തന്നെയല്ലേ വന്നത്. അത് നമുക്ക് തിരിച്ച് അനുകൂലമാക്കാൻ ഒരു സാധ്യതയില്ലെന്ന് ഉറപ്പാണോ എന്നൊക്കെ സുധ ഇങ്ങനെ ചോദിക്കുമ്പം അതിനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് ഇയാൾ പറയണം. അപ്പോൾ ഇങ്ങോട്ട് നോക്കുക, പുളിക്കൻ എവിടെയാണെന്ന് കണ്ടെത്തണമെന്നും പിന്നെ വരുണിൻ്റെ കൊലപാതകി ആരാണെന്ന് അവനെ കൊണ്ട് തന്നെ പറയിക്കണമെന്നുള്ള കാര്യവും പറയാം. ആ ഒരൊറ്റ കാര്യം മതി എല്ലാം നമുക്ക് അനുകൂലമായി മാറ്റിയെടുക്കാനും വിക്രത്തെ സുരക്ഷിതമായി വീണ്ടെടുക്കാനുമെന്നും ശ്രീനിവാസൻ പറയുവാണ്. പക്ഷേ അത് ഇലക്ഷന് മുന്നേ തന്നെ വേണം. അപ്പോൾ നമുക്കതെല്ലാം നോക്കാം സാറേ. അപ്പം നിങ്ങൾ 3 പേരും തൽക്കാലം പ്രചരണത്തിൽ സജീവമാകണ്ട. മാത്രമല്ല നമ്മൾ വിചാരിച്ചതുപോലെയല്ല, വാസുവിൻ്റെ കസ്റ്റഡിയിലുള്ള അല്ല വിക്രമെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ളൊരു നിലയിലും നിങ്ങൾക്കും പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യവും പറയാം. അപ്പോഴത്തേക്കും അതൊക്കെ പേടിയായി. സാറേ നമ്മളിപ്പോൾ എന്ത് ചെയ്യും സാറേ എന്ന് വിശ്വൻ അന്നേരം ചോദിച്ചു കേട്ടോ. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല. എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയല്ലേ വിശ്വം? എന്താണ് ഏതാണ് എന്ന് നിശ്ചയമില്ലാതെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മളെല്ലാവരും എന്നിങ്ങനെ അദ്ദേഹം വിശ്വനോട് ചോദിക്കും കേട്ടോ. നമുക്ക് നോക്കാമെന്നേ, ധൈര്യമായിട്ടിരിക്കുക, 1-2 ദിവസത്തിനുള്ളിൽ ഒരു വഴി തെളിയും, അത് ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് അവരങ്ങ് പോയി കഴിയുമ്പോൾ ഇലക്ഷൻ നമുക്ക് അനുകൂലമല്ലാതെ വരുമെന്ന് സുധ ഇവർ പോയി കഴിഞ്ഞപ്പോൾ ശ്രീനിവാസനോട് പതുക്കെ ചോദിക്കുക, അതിനുള്ള സാധ്യത കൂടുതലല്ലേ സുധേ? ആളുകൾക്കിടയിലുള്ള വിചാരം പ്രചരണത്തിനിടയിൽ കുത്തിക്കൊന്നു എന്നുള്ളത് തന്നെയല്ലേ എന്ന് ചോദിച്ചു. അന്നേരം നോക്കാന്നേ എവിടം വരെ പോകുമെന്ന്. ആ പുള്ളിക്കനെ പൊക്കിയെടുക്കാതെ വഴിയില്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞു. അവനെ വെറുതെ വിടാൻ പറ്റില്ല എന്നും പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വേദയെ കാണിക്കുന്നത്. വേദയാണെന്നുണ്ടെങ്കിൽ മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ദീപ്തി വന്നു. എനിക്ക് അകത്തേക്ക് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ദീപ്തി അകത്തേക്ക് കയറി വന്നു. നീ ഇരിക്കാൻ പറഞ്ഞു. ചേച്ചിക്ക് ഉറക്കം വരുന്നുണ്ടോ? അത് സാരല്ല, നീ പറഞ്ഞോളാം, ഇരുന്നോളാൻ പറഞ്ഞു. അന്നേരം ചേച്ചി എന്താ നിനക്ക്? നിന്നോട് ഓക്കെ ആണെന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം എന്തിനാ വെറുതെ ചേച്ചി വെറുതെ കടമയ്ക്ക് വേണ്ടി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് ചോദിച്ചു ദീപ്തിയെ. അതും ചേച്ചിയുടെ ഭാഗത്തു നിന്നാകുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും എന്ന് പറഞ്ഞു. അപ്പം നീ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു വേദ. എല്ലാം അറിയുന്നവർ തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കതിൽ ഒരുപാട് വിഷമം തോന്നുമെന്ന് പറഞ്ഞു. പക്ഷേ ചില വിഷയങ്ങളെപ്പറ്റി ഉള്ള ഒരു സംസാരം തുടങ്ങി വെക്കാൻ അതല്ലാതെ നിവർത്തിയില്ലല്ലോ എന്ന് വേദ ഇങ്ങനെ ദീപ്തിയോട് പറയാം. വരുണിൻ്റെ മരണത്തിന് പിറകിൽ നീ സംശയിക്കുന്നത് പോലെ വിക്രം അല്ല ദീപ്തി എന്ന് പറഞ്ഞപ്പോൾ ദീപ്തി നമുക്ക് ആ ടോപ്പിക്ക് വിടാം ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ദീപ്തി അത് പറയാൻ സമ്മതിക്കുന്നില്ല. നമുക്കിഷ്ട ആളുടെ നേരെ ആരോപണം വരുമ്പോഴേ ചേർത്ത് നിൽക്കാൻ എല്ലാവരും ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് സ്വാഭാവികമാണ് എന്ന് ദീപ്തി പറയുമ്പം എനിക്ക് പറയാനുള്ളത് മുഴുവനും പറഞ്ഞിട്ട് നീ അത് തീരുമാനിക്കുക എന്ന് വേദ ദീപ്തിയോട് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞാൽ വരുൺ ഈ നാട്ടിൽ നിന്ന് പോകുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ചേച്ചി എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം കേട്ടിട്ട് വേണം തീരുമാനിക്കാനെന്ന്.
മനസ്സിലായോ എന്ന് ചോദിച്ചു. നിന്നോട് കൂടാതെ വരുൺ ഈ കാര്യം പങ്കുവച്ചിട്ടുള്ളത് വിക്രമിനോട് മാത്രമാണെന്നുള്ള കാര്യം വേദ ദീപ്തിയോട് പറയുവാണ്. പരസ്പരം കൊല്ലാനുള്ള പകയുമായി നടക്കുന്ന ആളുമായി ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. അതിന് വരുണിന് പകയുണ്ടായിരുന്നില്ലല്ലോ ചേച്ചി. പക മുഴുവനും വിക്രം ചേട്ടനായിരുന്നില്ലേ എന്ന് ദീപ്തി വേദയോട് ചോദിക്കുമ്പം അങ്ങനെ ഒരു കഥ പ്രചരിപ്പിക്കേണ്ടത് വിക്രമിനെ കോണറിന് ചെയ്യുന്ന ചിലരുടെ ആഗ്രഹമാണ് ദീപ്തി എന്ന കാര്യം വേദ പറഞ്ഞു കൊടുക്കുകയാണ്. മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ വിക്രത്തിൻ്റെ ഒരു മെസ്സേജ് വരുൺ അയച്ചു. അങ്ങനെ സംസാരിച്ച കാര്യങ്ങളെപ്പറ്റിയെല്ലാം വേദ പറയുവാണ്. അന്ന് പറഞ്ഞ കാര്യങ്ങളും മുഴുവനും ഇതെല്ലാം വേദ ദീപ്തിയോട് പറയുമ്പോൾ ദീപ്തി അവിടെ നിന്ന് പൊട്ടിക്കരയുക കേട്ടോ. അങ്ങനെ അനിയത്തിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടി ഇരിക്കുന്ന ആ ഒരു ദീപ്തിയോട് അങ്ങനെ ഒരു സംഭാഷണം അവർക്കിടയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സത്യമുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരില്ലേ ദീപ്തി എന്നൊക്കെ വേദ ദീപ്തിയോട് ചോദിക്കുന്നു. അപ്പോൾ മോളെ, നീ മനസ്സിലാക്കിയേ പറ്റൂ. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും വരുണിനെതിരെ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് വേദ ദീപ്തിയോട് ചോദിക്കുമ്പോൾ ദീപ്തി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.